അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊഴുക്കട്ടയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തലേദിവസം രാത്രി തന്നെ നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് നാളെ എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചൊക്കെ വെക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഉമ്മയുണ്ടോ മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഉമ്മ തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ പ്രഗ്നൻസിയുടെ ഈ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ഉറക്കവും ഇതൊന്നും ശരിയാവാത്തത് കൊണ്ട് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേൽക്കലൊക്കെ. അപ്പോൾ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കും. അപ്പോൾ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഓരോ ദിവസവും നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കി. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കൊഴുക്കട്ട. ഇപ്പോൾ 2, 3, 4 എണ്ണമൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി പണികളിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴുകാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകാം, മുറ്റടിച്ചോ. എനിക്ക് ഒരുപാട് കുനിഞ്ഞിട്ടൊന്നും ചില സമയങ്ങളിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഞാൻ എല്ലാ പണികളും ചെയ്യാനും നിൽക്കലില്ല കേട്ടോ. പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ റെസ്റ്റ് എടുക്കും, അങ്ങനെയൊക്കെയാണ്. ഇനി തീരെ പണികളൊന്നും എടുക്കാതെ വെറുതെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും കേട്ടോ. നമുക്ക് പല ചിന്തകളും ഒക്കെ കയറി വരും. ഞാൻ മാനസികാരോഗ്യത്തിനൊക്കെ കുറിച്ചിട്ടൊരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവാൻ നോക്കുക. പിന്നെ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഇങ്ങനെ എപ്പോഴും എൻഗേജ് ആവാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു, സ്ലാബൊക്കെ തുടച്ച് ഇനി സ്ലാബ് ഉടച്ച തുണി നന്നായിട്ട് കഴുകി നമ്മൾ വെയിലത്ത് ഒന്ന് ഉണക്കാനിടും കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഉച്ചയൂണിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാൻ കറികളൊന്നും ഉണ്ടാക്കാനില്ല, ലഞ്ച് പ്രിപ്പറേഷനൊന്നും നിൽക്കില്ല. പക്ഷേ എന്തെങ്കിലും ഇതുപോലെ ഉപ്പേരിക്ക് അരിഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ. ഇപ്പം മുരിങ്ങയില പരിപ്പൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കാനായിട്ടെന്ന് ഉച്ചയ്ക്ക് തീരുമാനിച്ചേക്കണം. പിന്നെ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് മുരിങ്ങയിലയൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടിക്കാനും തുടക്കാനും നിൽക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് നന്നാക്കുമ്പോൾ ഇതിൻ്റെ ഇലയും കമ്പൊക്കെ അകത്തൊക്കെ വീണിട്ട് പിന്നെയും വീണ്ടും അടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരാൾ അതിൻ്റെ ഇടയിൽ സ്കൂട്ടി ഓടിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂട്ടി ഓടിക്കുന്നതും വീഡിയോ എടുക്കും ഉമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ അടിക്കാനായിട്ട് നിന്നേ. അടിക്കാൻ നിൽക്കുമ്പോൾ ഇപ്പം കാര്യമായിട്ട് ഇപ്പോൾ കട്ടിൻ്റെ അടിയിൽ ഇപ്പോൾ അടിക്കാൻ നേരത്തും തുടക്കാൻ നേരത്തും കൂടെ കുനിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാ ദിവസവും തുടക്കണ കാരണം വലിയ പൊടിയൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവലില്ല കേട്ടോ. പിന്നെ കട്ടിൻ്റെ അടിയിലാണെങ്കിലും ഇപ്പോൾ പേപ്പറുകളോ അങ്ങനെയൊന്നും കാണലില്ല. മോളങ്ങനെ അവൾ അത്രയ്ക്കും അങ്ങനെ എല്ലാ കുട്ടികളെയും പോലെ വൃത്തിയേടാക്കി ഇടലില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം തൊട്ടേ ശീലിപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ വേസ്റ്റിൽ കൊണ്ടുപോയി ഇടണം, പേപ്പറൊക്കെ ആണെങ്കിൽ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടണം എന്നൊക്കെ പറഞ്ഞ് ശീലിപ്പിച്ചുകൊണ്ട് പിന്നെ പുള്ളിക്കാരി അങ്ങനെ കാര്യമായിട്ട് അകത്ത് പേപ്പറുകൾ ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഇടുകയൊന്നും ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അടിക്കാൻ നേരത്ത് കട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ ചൂല് വെച്ചിട്ട് അടിച്ച് കുഞ്ഞിനെ അടിക്കലില്ല കേട്ടോ. പേപ്പറുകൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പൊടിയാണെങ്കിൽ ഞാൻ തുടക്കാൻ നേരത്ത് മാത്രം കുഞ്ഞിനെ പൊടി ഇങ്ങനെ തുടച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. പിന്നെ ആ പഠിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കൊരു പണി ഉണ്ടായിരുന്നു. ഇത് മാസം എനിക്കുള്ളൊരു പണിയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ വല്യമ്മയുണ്ട്, ഉപ്പാൻ്റെ ഉമ്മ. അപ്പോൾ പുള്ളിക്കാരിക്ക് കുറേ മെഡിസിൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മാസം ഒരു 2000 രൂപയ്ക്ക് അടുത്തുള്ള മെഡിസിൻസ് കഴിക്കേണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഹെൽത്തിന്ന് ഈ ഒരു മെഡിസിൻസ് കിട്ടണമുണ്ട്. ഇപ്പം അങ്ങനെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിൽ ഏതിനൊക്കെയുള്ള മെഡിസിൻസ് ആണെന്നുള്ളതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഫോൺ നോക്കിയിട്ട് അത് എന്തിനൊക്കെയുള്ളതാണെന്നുള്ളത് എഴുതി വെക്കും കേട്ടോ. പിന്നെ ഏതൊക്കെ ടൈമിലാണ് കഴിക്കേണ്ടത് അതെല്ലാം അതിലെഴുതിയിട്ട് തന്നെയാണ് കേട്ടോ തരുന്നത്. എന്നാലും ഇത് ഇതിനൊക്കെ ഇപ്പോൾ ആൾക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ചെസ്റ്റ് പെയിൻ്റെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് പ്രഷറിൻ്റെ ഒട്ടും മുടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ഏത് ഗുളികയാണ് പ്രഷറിൻ്റേത് അല്ലെങ്കിൽ ഏത് ഗുളികയാണ് കൊളസ്ട്രോളിൻ്റേത് അങ്ങനെ അതിലെഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗൂഗിളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതിനൊക്കെ ഉള്ളതാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് എഴുതി വയ്ക്കും. എല്ലാം എഴുതി നല്ല അടക്കി ഒതുക്കി റബ്ബർ ബാൻഡ് ഇട്ടിട്ട് എല്ലാം കെട്ടി ഒതുക്കി വയ്ക്കും കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചെറുതിലേക്ക് കളിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മെഡിസിൻസ് കൊടുക്കണതായിട്ടും ഇങ്ങനെ ഡോക്ടർ, നേഴ്സ്, അതുപോലെ ഫാർമസിസ്റ്റായിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. അതുപോലെ തുണിക്കടയിൽ സെയിൽസ് ഗേൾസ് അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കും, പണ്ട് കളിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ തുടക്കാൻ നിൽക്കുക കേട്ടോ. അടിക്കൽ കഴിഞ്ഞു, ഇനിയിപ്പോൾ തുടക്കലാണ് പണി. സോറി, അപ്പം ഞാൻ നേരത്തെ അടിക്കലും തുടക്കലും കഴിഞ്ഞിട്ടാണ് മെഡിസിൻസിൻ്റെ ഇത് എഴുതാനായിട്ടിരുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ അടിക്കൽ മാത്രം കഴിഞ്ഞിട്ടാണ് മെഡിസിൻ എഴുതാനിരുന്നത്. ഇനിയിപ്പോൾ അതാ തുടക്കണ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി മോളെ കുളിപ്പിക്കുക, അവൾക്ക് ഫുഡ് കൊടുക്കുക, അതൊക്കെ കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ലൈസോൾ ഒഴിച്ചിട്ടാണ് കേട്ടോ. ചിലർ ഡെറ്റോൾ, ലൈസോൾ, ഫിനൈലൊക്കെ ഒഴിക്കുമല്ലോ. അപ്പോൾ ലൈസോൾ ഒരു തുള്ളി ഒഴിച്ചാൽ തന്നെ നല്ല പതയാണ് കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി, നന്നായിട്ട് പതഞ്ഞു വരും. അപ്പോൾ ഞാൻ ബക്കറ്റ് ഇവിടെ സിറ്റ് ഔട്ടിന് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ തുടക്കൽ. അകത്തേക്ക് ബക്കറ്റ് വെക്കലില്ല. ഇതാകുമ്പോൾ എനിക്ക് സിറ്റ് ഔട്ടിൽ അവിടെ നിന്നിട്ട് തന്നെ അധികം കുനിയാതെ തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ വെള്ളം താഴെ മുറ്റത്തല്ലേ വീഴുള്ളൂ, അകത്ത് വീഴില്ലല്ലോ. എല്ലാ ദിവസം നമ്മൾ തുടക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരുപാട് മെനക്കെടേണ്ടി വരില്ല കേട്ടോ. ഒന്ന് ഓടിച്ചിട്ട് തുടച്ചാൽ മതിയാവും. കാരണം വലിയ കാര്യമായിട്ട് എല്ലാ ദിവസവും തുടക്കുമ്പോൾ അത്ര അഴുക്കൊന്നും വീട്ടിലുണ്ടാവില്ലല്ലോ. പിന്നെ നമുക്കൊരുപാട് ഗസ്റ്റും എന്തെങ്കിലും ഫങ്ഷൻസ് അതൊക്കെ നടക്കുകയാണെങ്കിൽ മാത്രമാണ് നന്നായിട്ട് അഴുക്കുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും തുടക്കുമ്പോഴും നമ്മൾ ഈ വാഷ് ബേസിൻ കഴുകിയിടലുണ്ട് കേട്ടോ. അപ്പോൾ വാഷ് ബേസിൻ കഴുകുമ്പോൾ ഈ വെള്ളമൊക്കെ താഴെ വീഴും. അപ്പോൾ അതും കൂടെ തുടച്ച് നമുക്ക് നീക്കാൻ പറ്റും. പിന്നെ ഞാനെന്താ നമ്മുടെ ഹാൻഡ് വാഷ് ഇല്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എല്ലാ ദിവസവും വാഷ് ബേസിൻ കഴുകൽ. നല്ല സ്മെല്ലും ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ റൂമുകളും കിച്ചണും എല്ലാം തുടച്ച് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഡൈനിങ് ഹാളും സിറ്റ് ഔട്ടൊക്കെ തുടക്കുന്നത് കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാളിൽ നമ്മുടെ വാഷ് ബേസിനെല്ലാം കഴുകി ഡൈനിങ് ഹാളും സിറ്റ് ഔട്ടും തുടക്കലും കൂടെ കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പിന്നെ മിക്കവരും നമ്മൾ ഈ വ്ളോഗും ഇതൊക്കെ ഇടുമ്പോൾ ഈ അടിക്കുന്നതും തുടക്കണതും പാത്രം കഴുകുന്നതും ഇതൊക്കെ ഡെയിലി നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് എന്താ കിട്ടുക അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ചിലർക്കെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷനൊക്കെ പോലെ, എനിക്ക് ചില വീഡിയോസിലൊക്കെ ഇതുപോലെ ഇത് ചെയ്യണ കാണുമ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഒന്ന് പോയിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് തോന്നും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷനൊക്കെ പോലെ തോന്നലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓർക്കും ഞാനിതുപോലെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണം, എന്നിട്ട് എനിക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതുപോലെ വ്ളോഗായിട്ടൊക്കെ ഇടണം എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ. അങ്ങനെ തുടക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് എപ്പോഴും ഉള്ള പണിയാണ് കേട്ടോ തുടക്കൽ കഴിഞ്ഞിട്ട് ഇതുപോലെ ബോഡി സ്പ്രേയോ അല്ലെങ്കിൽ നമ്മുടെ സാധാ നോർമൽ സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് എല്ലായിടത്തും അടിക്കില്ല. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയും സ്പ്രേ ഒക്കെ അടിച്ച് തീർക്കണോ എന്ന് ചോദിക്കും. പക്ഷേ ഞാൻ കൂടുതലായിട്ട് നമ്മുടെ മേത്ത് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇതുപോലെ വീട്ടിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യലാണ്ടോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടായിക്കോട്ടെ, അകത്തേക്ക് കയറുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവണം, അല്ലാതെ ഒരു ചീഞ്ഞ സ്മെല്ലൊന്നും തോന്നരുത് എന്നുള്ള ഇതിലാണ് കേട്ടോ ഇങ്ങനെ അടിക്കണത്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ ടൈമായിട്ടോ. അപ്പോൾ ലഞ്ചിന് ഇന്ന് നമുക്ക് നല്ല മുരിങ്ങയില പരിപ്പൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ച കറിയും, പിന്നെ രാവിലെ ഉച്ചയ്ക്ക് രാവിലെ ബ്രദറിന് ലഞ്ച് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കായ ഉപ്പേരി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ നല്ല ഉണക്കമീൻ പൊരിച്ചത്, ഉണക്കമീൻ കുട്ടമീൻ എന്നാണ് കേട്ടോ അതിനെ പറയണത്. അപ്പോൾ അത് പൊരിച്ചതും, പിന്നെ മാങ്ങ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചോറൊഴിക്കാൻ നേരത്ത് കുറച്ചെടുത്തിട്ട് ഉപ്പും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയാക്കിയിട്ട് ചോറിനൊപ്പം കഴിക്കും കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഉച്ചയൂണായിരുന്നു കേട്ടോ ഇന്ന്. എനിക്കിഷ്ടപ്പെട്ട കറികളൊക്കെ ആയിരുന്നു. അപ്പോൾ മുരിങ്ങയില ഇതുപോലെ പരിപ്പൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കുന്നതും, അതുപോലെ നമ്മൾ മുട്ടയൊക്കെ ഇട്ട് തോരൻ പോലെ വെക്കൂലേ, അതും എനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചയൂണും കഴിഞ്ഞു, വൈകിട്ടത്തെ ചായകുടിയും അങ്ങനെ എല്ലാം കഴിഞ്ഞു. മഗ്‌രിബ് സമയമായിട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ ഒരു മഫ്തയൊക്കെ എടുത്തിട്ട് ഉമ്മുമ്മമാരിരിക്കുന്ന പോലെ ഇരുന്ന് ദിക്കറല്ലേ ഉണ്ടോ. അപ്പോൾ അവളോട് പറയേണ്ട ആവശ്യമില്ല, അവൾ ആ ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ തന്നെ അത് വന്നിരുന്ന് ചെയ്തോളൂ. പിന്നെ ഈ ഒരു ഷെയ്ക്ക് കൂടി ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ ഇടയിൽ ഒരു 11 മണി ആ ഒരു ടൈമിലൊക്കെ ഉണ്ടോ കുടിക്കൽ. പക്ഷെ ഇന്ന് രാവിലെ അടിച്ച് കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ മഗ്‌രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇന്ന് ഷെയ്ക്ക് കുടിക്കണത്.
ഇത് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് കുട്ടിക്ക് വെയിറ്റ് കൂടാനും അതുപോലെ അല്ലാത്തവർക്കും ഈ ഒരു ഷേക്ക് വെയിറ്റ് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഷേക്ക് അടിച്ച് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിന്നർ ടൈമാണ്. അപ്പോൾ ഡിന്നറിന് ഇന്ന് നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും